നമസ്കാരം. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കൊല്ലം 8 ആകാൻ പോകുന്നു. സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ദുരൂഹമായ വിദേശയാത്രകൾ, മകളുടെ മാസപ്പടി, കരിമണൽ ഖനനം, ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിക്കൽ, കേരയിൽ ഇങ്ങനെ വിവാദങ്ങൾ പലതുണ്ടായെങ്കിലും അതെല്ലാം വെറും ആരോപണങ്ങളെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി വക്താക്കളും. ഇപ്പോൾ പുതിയതായി ഉയർന്നു വന്ന ബാർക്കോഴയും വെറും ഗൂഢാലോചനയായി മാത്രം അവസാനിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം പുറത്തു വന്ന വിവാദ ശബ്ദരേഖയിലെ കോഴയാരോപണം ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അനിമോൻ നിഷേധിച്ചു. അനിമോൻ മാത്രമല്ല, മറ്റു പല ബാർ ഉടമകളും ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ഇത് സ്വമനസാലെ നിഷേധിച്ചതല്ല, മറിച്ച് ആരുടെയൊക്കെയോ പ്രേരണയും സമ്മർദ്ദവും കൊണ്ട് നിഷേധിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്തായാലും രണ്ടാം ബാർക്കോഴ വിവാദം സർക്കാരിന്റെ കണക്കുകൂട്ടൽ പോലെ വെറും ഗൂഢാലോചനയായി ഒടുങ്ങും. ശബ്ദ സന്ദേശം തയ്യാറാക്കിയതിലും അത് പ്രചരിപ്പിച്ചതിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അനിമോന്റെ ഫോൺ കോളുകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം തുടങ്ങി. ആരോപണമുന്നയിച്ച് ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദരേഖ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ അനിമോൻ ആരെയൊക്കെയാണ് വിളിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. കോഴ ആവശ്യപ്പെട്ടതിനോ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതിനോ തെളിവില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിനു ശേഷം ക്രൈംബ്രാഞ്ച് സംഘം അനുമാനിക്കുന്നതത്രേ. അനിമോനെ കൂടാതെ ഇടുക്കി ജില്ലയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിലുള്ള 10ലധികം അംഗങ്ങളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. എന്തായാലും പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിലുള്ള ശബ്ദം തൻ്റേതു തന്നെയാണെന്ന് അനിമോൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ സംഘടനാ വിഷയങ്ങളുടെ പേരിലാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം ഗ്രൂപ്പിലിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ ഒരു തൊടുന്യായമായി പറയാമെന്നല്ലാതെ ആ ശബ്ദ സന്ദേശം കേട്ടവരാരും അനിമോന്റെ വാദം വിശ്വസിക്കില്ല. അനിമോന്റെ വോയിസ് ക്ലിപ്പ് തങ്ങൾ കേട്ടിരുന്നുവെന്നും എന്നാൽ കോഴയാരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും കെട്ടിട ഫണ്ടിന്റെ പിരിവാണ് നടക്കുന്നത് എന്നുമാണ് മറ്റു ചില ബാറുടമകളുടെ മൊഴി. ഇടുക്കി ജില്ലയിലുള്ളവരുടേതുൾപ്പെടെ 50ഓളം ബാറുടമകളെ ചേർത്ത് അനിമോൻ സമാന്തരമായി മറ്റൊരു സംഘടനയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ വി സുനിൽകുമാറിന്റെ ആരോപണം. എന്നാൽ സംഘടനയെ പിളർത്താനുള്ള ശ്രമമായിരുന്നു അനിമോൻ നടത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരാളും വരാത്തത് എന്നുള്ള മറുചോദ്യമുണ്ട് ഇവിടെ. പുതിയ മദ്യനയം വരാനിരിക്കുമ്പോൾ ബാറുടമകൾ സർക്കാരിനെ പിന്തുണച്ചാണ് മൊഴികൾ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച സർക്കാരിനെ രക്ഷിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാകില്ല എന്നുറപ്പാണ്. തെളിവ് കിട്ടിയാൽ മാത്രം ഗൂഢാലോചനയിൽ കേസെടുക്കാമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേതിനു സമാനമായ അല്ലെങ്കിൽ അതിലും ഗുരുതരമായ ബാർക്കോഴ ആരോപണമാണ് പ്രതിപക്ഷത്തിന് വീണുകിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും അവരത് ആയുധമാക്കുന്നില്ല. പേരിനും വേണ്ടി എന്തോ പറഞ്ഞു എന്നല്ലാതെ പ്രതിപക്ഷ നേതാവും പിന്നീട് ശബ്ദിച്ചു കേട്ടില്ല. ശബ്ദരേഖയിലെ ആരോപണം അനിമോൻ നിഷേധിച്ചതോടെ തെളിവുകളില്ലാത്തതുകൊണ്ട് ഇനി സമരം ചെയ്തിട്ട് കാര്യമില്ലെന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ടാകണം. വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് എത്രമാത്രം ചർച്ചയാകുമെന്ന് ഇനി കണ്ടറിയുക തന്നെ വേണം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുതിയ മദ്യനയം പ്രഖ്യാപിക്കാനിരുന്ന സർക്കാരിന് കോഴയാരോപണം ഒരു വെല്ലുവിളി തന്നെയാണ്. ഡ്രൈ ഡേ ഒഴിവാക്കുകയും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുകയും ചെയ്താൽ ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ സർക്കാർ പാടുപെടും. ഇനി ഇക്കാര്യങ്ങൾ ഒഴിവാക്കിയാലോ? ബാർ ഉടമകളിൽ നിന്ന് കിട്ടിയേക്കാവുന്ന കോടികൾ നഷ്ടമാകും. രണ്ടും സംഭവിക്കാം. ഡ്രൈ ഡേ ഒഴിവാക്കുകയും പ്രവർത്തന സമയം കൂട്ടുകയും ചെയ്താൽ വലിയ വിശദീകരണത്തിനൊന്നും സർക്കാരോ പാർട്ടി നേതാക്കളോ നിൽക്കില്ല. മുമ്പ് പല വിഷയങ്ങളിലും കണ്ടതുപോലെ പോയി പണി നോക്കടാ എന്ന് പറയും. ഇനി ബാർ ഉടമകളിൽ നിന്ന് പണം കൈപ്പറ്റുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാതെ അവർ ചോദ്യം ചെയ്താൽ അവരോടും പറയും പോയി പണി നോക്കട എന്ന്. അതിനപ്പുറം ഒന്നും നടക്കില്ല. അന്തിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷവും പ്രതികരണശേഷിയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുമുള്ളപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.